നമുക്കൊക്കെ റബ്ബിന്റെ അടുത്തേക്ക് പോകുമ്പോൾ, റബ്ബിലേക്ക് അടുക്കുന്ന സമയത്ത്, റബ്ബ് നമുക്ക് കണക്കാക്കപ്പെട്ട സമയത്ത് ഒരു തിരിച്ചു വരവുണ്ടല്ലോ. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, റബ്ബിലേക്ക് നിങ്ങളെയൊക്കെ തിരിച്ചു വിളിക്കുന്നൊരു ദിവസമുണ്ട്. ആ ദിവസം നിങ്ങൾ സൂക്ഷിക്കണം. വളരെയധികം പാടുപെട്ട് നിങ്ങൾ അല്ലാഹുവിനോട് നിങ്ങൾ അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്, ഈ ദുനിയാവിൽ നമ്മൾ മരിക്കുന്ന സമയത്ത് എത്ര ആളുകൾ മരിച്ചുപോയി. ആ മരിച്ചുപോയ ആളുകൾ അനുഭവിക്കുന്നത് എന്താണ് നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ. അവര് മരിച്ചപ്പോൾ അനുഭവിച്ചതെന്താണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാം അറിയുന്ന സർവാധിനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തതനുസരിച്ച് നമുക്ക് പറഞ്ഞു തരാൻ വിട്ട മുത്തു മുഹമ്മദ് മുസ്തഫ മരണത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, മറഞ്ഞതുകൊണ്ട് വിശ്വസിക്കുന്നവരല്ലേ മുസ്ലിമീങ്ങൾ. അതല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത്. 5 10 എന്ന് ഞാനും നിങ്ങളും ഏത് വിധത്തിൽ ഉറപ്പിക്കുന്നുണ്ടോ? രാത്രിക്ക് ശേഷം ഒരു പകലുണ്ട് എന്ന് നമുക്ക് ഏത് പ്രകാരം ഉറപ്പുണ്ടോ? ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഈ പ്രപഞ്ചം മുഴുവനും പ്രകാശിതമായിരുന്നു. ഈ ലൈറ്റുകൾ മുഴുവനും കാണാത്ത വിധം ഈ ഭൂമി മുഴുവനും പ്രകാശിതമായിരുന്നു. ഒരു സൂര്യൻ ഉണ്ടായിരുന്നു. ആ സൂര്യൻ അസ്തമിച്ചു പോയതാ. അസ്തമിച്ചപ്പോൾ ഇവിടെ ഇരുട്ടു പരന്നതാ. ഈ പരന്ന ഇരുട്ടിൽ വെളിച്ചത്തിന് വേണ്ടി ലൈറ്റുകൾ ഘടിപ്പിച്ചതാ. ഞാനും നിങ്ങളും ഉറപ്പിക്കുന്നു, ഇനി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ ആ സൂര്യൻ തിരിച്ചു വരും. ആ സൂര്യൻ തിരിച്ചു വന്നാൽ ഇവിടെ മുഴുവനും പ്രകാശിതമാകും. ഈ ലൈറ്റുകൾ അപ്പോഴും അത് ഒരു പ്രകാശിക്കാത്ത നിഷ്പ്രഭയുള്ളതായി തീരും. ഈ ലൈറ്റ് കാണുകയില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട്, നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. ആരെതിര് പറഞ്ഞാലും നിങ്ങൾ അംഗീകരിക്കൂല. ഇവിടെ ഒരു സൂര്യൻ ഉണ്ടായിരുന്നു എന്നത് ആരെങ്കിലും നിഷേധിക്കുമോ? ആ സൂര്യൻ നാളെ തിരിച്ചു വരുമെന്ന് പറയാൻ ആരെങ്കിലും നിഷേധിക്കുമോ? അതേ രൂപത്തിൽ ഉറപ്പിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും, ഇനി വരാൻ പോകുന്നതിനെ കുറിച്ച് പറഞ്ഞത് മുഴുവനും, മരണം എനിക്കും നിനക്കും സംഭവിക്കുന്ന മരണത്തെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഈ സൂര്യനെ പറ്റി ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ വിശ്വസിക്കണം. അപ്പോഴല്ലേ നമ്മളൊരു മുഅ്മിനായി തീരുന്നത്, അപ്പോഴല്ലേ മുസ്ലിമായി തീരുന്നത്. മോനെ, ഞാൻ ചോദിക്കട്ടെ, നമുക്ക് മരണത്തിന്റെ സമയത്ത് എന്താ സംഭവിക്കുക? നമ്മുടെ ആത്മാവ് ശരീരത്തിൽ നിന്ന് പിരിയുകയാ. ഒരിക്കലും കാണാൻ കഴിയാത്ത ആത്മാവ് എന്നൊരു ശക്തി നമ്മുടെ ശരീരത്തിലുണ്ട്. നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാൻ കഴിയില്ല. എത്ര ഭദ്രമായ റൂമിലാണെങ്കിലും, എത്ര ഭദ്രമായ പെട്ടിയിലാണെങ്കിലും ഒരു മനുഷ്യനെ അതിലകത്തടച്ചിട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ആത്മാവ് അതിൽ നിന്ന് പിരിഞ്ഞു പോകും. പക്ഷേ ആർക്കും അത് കാണാൻ കഴിയില്ല. എക്സ്റേ എടുത്താൽ അറിയാൻ കഴിയില്ല. MRI സ്കാനിൽ അത് തെളിയുകയില്ല. CT സ്കാനിൽ അത് തെളിയുകയില്ല. ഒരിക്കലും ആത്മാവിനെ നമുക്ക് കാണാൻ കഴിയില്ല. ഓരോ മനുഷ്യന്റെയും ആത്മാവ് ഒരു ചെറിയ തേനീച്ചയുടെ വലിപ്പത്തിൽ
ആ മനുഷ്യന്റെ അതേ ആകൃതിയിലാണ്. ആത്മാവ് 4-ാം മാസത്തിൽ നമ്മുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് നമ്മുടെ ഭ്രൂണത്തിന് 4 മാസം തികയുമ്പോൾ നമ്മുടെ ഹാർട്ടിലേക്ക് സന്നിവേശിപ്പിച്ചിരിക്കുന്ന ഒരു ആത്മാവാണ്. യഥാർത്ഥത്തിൽ അതൊരു മലക്കാണ് ഈ ശരീരത്തിലേക്ക് സന്നിവേശിപ്പിച്ചത്. ആ ആത്മാവ് നമ്മുടെ ഭ്രൂണത്തിൽ വന്നത് മുതൽക്കാണ് നമ്മുടെ ഭ്രൂണം അനങ്ങാൻ തുടങ്ങിയത്, തുള്ളാൻ തുടങ്ങിയത്, പെടയാൻ തുടങ്ങിയത്. അതാണ് ഉമ്മമാര് ഗർഭമുള്ള സമയത്ത് ഗർഭത്തിന് അനക്കമുണ്ടോ എന്ന് ചോദിക്കുന്നത്. അനക്കം തുടങ്ങുന്നത് 4 മാസത്തിന് ശേഷമാ. അന്ന് ആത്മാവിന് അതിൽ നിക്ഷേപിക്കപ്പെട്ടതാ. ആത്മാവ് അതിലേക്ക് കടത്തിവിട്ടപ്പോൾ സർവാധിനാഥനായ റബ്ബിനോട് ആ ഗർഭാശയത്തിന്റെ ചുമതലയുള്ള മലക്ക് ചോദിച്ചിട്ടുണ്ട്, ഈ ഇന്നാലിന്നവന്റെ ആ മുതുകിൽ നിന്ന് നിർഗളിച്ച ഒരു തുള്ളി ബീജം, ഒരു ബീജത്തിന്റെ കണം ഇന്നാലിന്ന സ്ത്രീയുടെ ഗർഭാശയത്തിലെ അണ്ടവാഹിനി കുഴലിൽ കൂടി അണ്ടവുമായി കൂട്ടിപ്പിടിച്ചിട്ടുണ്ട്. ആ അണ്ടവുമായി കെട്ടിപ്പിടിച്ചിരിക്കുന്ന ആ ബീജാണ്ടത്തെ എന്തു ചെയ്യണം? അല്ലാഹു തആല അതിലേക്ക് ആത്മാവിനെ സന്നിവേശിപ്പിക്കാൻ ഒരുപക്ഷേ സമ്മതം കൊടുക്കുന്നു, അല്ലെങ്കിൽ അതങ്ങ് പുറത്തേക്ക് തള്ളി അബോഷൻ എന്ന പേരിൽ രക്തമായിട്ടങ്ങ് പുറന്തള്ളാൻ അല്ലാഹു നിർദ്ദേശിക്കുന്നു. മലക്കിനോട് ആത്മാവിനെ സന്നിവേശിപ്പിക്കാൻ കൽപ്പിക്കപ്പെട്ടാൽ ഈ ആത്മാവിന്റെ ചുമതലയുള്ള ആത്മാവ് സന്നിവേശിപ്പിക്കുന്ന മലക്ക് ചോദിക്കുന്നു, എന്താണ് അതിന്റെ കൂടെ രേഖപ്പെടുത്തേണ്ടത്? 4 കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നു. ഈ ആത്മാവ് ഈ ശരീരത്തിൽ എത്ര കാലം നിൽക്കണം, കൃത്യമായ ടൈം അതിൽ രേഖപ്പെടുത്തുന്നു. പിന്നീട് ഈ ആത്മാവ് ഉൾക്കൊള്ളുന്ന ശരീരം പ്രവർത്തിക്കേണ്ട പ്രവർത്തനങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തുന്നു. അത് കഴിക്കേണ്ട ആഹാരങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തുന്നു. ആത്മാവ് വിജയിച്ചതെന്നോ പരാജയപ്പെട്ടതെന്നോ അതും രേഖപ്പെടുത്തുന്നു. ഈ 4 കാര്യം രേഖപ്പെടുത്താതെ ഒരു കുഞ്ഞും ലോകത്ത് പിറക്കുന്നില്ല. പിറന്നവരൊക്കെ അങ്ങനെ പിറന്നവരാ. ആ കൃത്യമായ 4 കാര്യങ്ങൾ രേഖപ്പെടുത്തിയാൽ ഈ ആത്മാവ് എത്രയാണോ തന്റെ ശരീരത്തിൽ തങ്ങേണ്ടത്, ആ കൃത്യസമയം വരുമ്പോൾ മലക്കുകൾ തന്നെ അതിനെ തിരിച്ചു പിടിക്കാൻ വരുന്നു. മലക്കങ്ങോട്ട് കടത്തിവിട്ടതിനെ മലക്കുകൾ തന്നെ തിരിച്ചു പിടിക്കുന്നു. അതേ സമയത്ത് നേരത്തെ അങ്ങോട്ട് കടത്തിവിട്ടപ്പോൾ ഈ ഭ്രൂണത്തിന് ഒരു വായു ഗുളികയുടെ വലിപ്പമാണ് ഉണ്ടായിരുന്നത്. അത് പിന്നീട് മാംസകഷ്ണമായി, പിന്നെ എല്ലായി, എല്ല് വീണ്ടും മാംസം കൊണ്ട് പൊതിഞ്ഞ്, പിന്നെ കൈകളും കാലുകളും കണ്ണുകളും രോമങ്ങളും എന്തെല്ലാമോ പടക്കപ്പെട്ടു. ഇപ്പോൾ 9 മാസവും 9 ദിവസവും 9 മണിക്കൂറും കഴിഞ്ഞപ്പോൾ ഇതൊരു രക്തക്കട്ടയല്ല, ബീജാണ്ടമല്ല, മാംസകഷ്ണമല്ല, ഇറച്ചിക്കട്ടയല്ല. 240 ചില്ലാനം എല്ലുകളുടെ പീസുകൾ കൂട്ടിഘടിപ്പിക്കപ്പെട്ട മജ്ജയും മാംസവും ഉള്ള രോമങ്ങളുള്ള ഒരു സുന്ദരമായ മനുഷ്യക്കുഞ്ഞിന്റെ രൂപം പ്രാപിച്ചിരിക്കുകയാ. അതിലേക്ക് മുഴുവനും ഈ ആത്മാവ് സന്നിവേശിപ്പിച്ചിരിക്കുകയാ.
ഈ ഭൂമിയെ മൊത്തം 8ഉം 10ഉം തവണ ചുറ്റിക്കറക്കാൻ വലിപ്പമുള്ള സിരകളും ഞരമ്പുകളും ഈ പാടകളും ഈ ശരീരത്തിൽ പടച്ച റബ്ബ് സൃഷ്ടിച്ചിരിക്കുകയാ. എന്തൊരത്ഭുതമാ! ആ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഈ ആത്മാവ് സന്നിവേശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം ഈ ആത്മാവിനെ തിരിച്ചു പിടിക്കാൻ 250 മലക്കുകൾ വലഭാഗത്ത് വന്ന് നിൽക്കുന്നു, 250 മലക്കുകൾ ഇടഭാഗത്ത് വന്ന് നിൽക്കുന്നു. അങ്ങനെ 500 മലക്കുകളാണ് ഈ ആത്മാവിനെ തിരിച്ചു പിടിക്കാൻ വരുന്നത്. ഇന്ന് ആ ശരീരം എന്തെല്ലാം രൂപത്തിൽ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. അല്ലാഹ് ഏറ്റവും ശക്തിയുള്ള തൊടയല്ലുകളുണ്ട്. നല്ല കലം പോലത്തൊരു തലത്തൊട്ടിയുണ്ട്. അതുപോലെ ചങ്ങല പോലത്തെ ഞട്ടെല്ലുകളുണ്ട്. അതിലെ ഓരോ കണുപ്പുകളുണ്ട്, ഞരമ്പുകളുണ്ട്, മജ്ജയുണ്ട്, ഹാർട്ട് ഉണ്ട്, കിഡ്നിയുണ്ട്, വാൾവുണ്ട്. എന്തെല്ലാം നിന്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിന്റെ കണ്ണുകളിൽ എത്ര ഞരമ്പുകളുണ്ട്, നിന്റെ കാതുകളിൽ എത്ര ഞരമ്പുകളുണ്ട്, നിന്റെ ശരീരത്തിൽ എന്തൊക്കെ പാടകളുണ്ട്. ഇതെല്ലാം ഉള്ള നിന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തിൽ നിന്നും ഈ ആത്മാവിനെ പതിയെ പിടിക്കാൻ 250 മലക്കുകൾ താഴ്ഭാഗത്ത് വലതുകാലിലും 250 ഇടതുകാലിലും നിന്റെ കാലിന്റെ വിരലുകളിൽ നിന്ന് ഈ മലക്കുകൾ നിന്റെ ആത്മാവിനെ പിടിച്ച് തുടങ്ങുകയാ. അതാ മുട്ടുവരേക്കും ഒരു വിഭാഗം മലക്കുകൾ, മുട്ട് മുതൽ കരവരെ വേറെ മലക്കുകൾ, കൈകൾ മുതൽക്ക് വിരലുകൾ മുതൽക്ക് മുട്ടുവരെ വേറെ മലക്കുകൾ, അവിടം മുതൽ തോള് വരെ വേറെ മലക്കുകൾ. ഈ മലക്കുകൾ വന്ന ആത്മാവിനെ പതിയെ പിടിച്ച് നിന്റെ ഈ ഹാർട്ടിൽ കൊണ്ടുവന്നിടുകയാണ്, ഹൃദയത്തിൽ കൊണ്ടുവന്നിടുകയാണ്. ആ ഹൃദയത്തിൽ നിന്റെ ആത്മാവ് നീരാളിപ്പിടുത്തം പിടിക്കുകയാണ്. നിന്റെ കൈകളിൽ നിന്നും കാലുകളിൽ നിന്നും ആത്മാവിനെ പിടിക്കലോടുകൂടി നിന്റെ 2 കാലുകൾ തളർന്നു പോയി, നിന്റെ 2 കൈകൾ മലർന്നു പോയി, നിന്റെ കണ്ണുകൾ മേൽപോട്ട് തുറിച്ചു പോയി, നിന്റെ ഹൃദയത്തിൽ പെടപെടയ്ക്കാൻ തുടങ്ങി, നിന്റെ ശരീരത്തിലാകെ തളർച്ച വന്നു, നിന്റെ ശരീരം തണുക്കാൻ തുടങ്ങി. ആത്മാവ് ഈ രൂപത്തിൽ ഇങ്ങനെ പിരിയുമ്പോൾ ആ പരസ്പരം കൈകളിലും കാലുകളിലുമുള്ള ആത്മാവ് തമ്മിൽ സലാം പറഞ്ഞ് പിരിയുമ്പോൾ ഈ ആത്മാവ് പിരിയുന്ന സമയത്ത് അനുഭവപ്പെടുന്നത് എന്താണെന്നറിയോ? നിന്റെ ഉപ്പ മരിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ച സമയത്ത് അനുഭവിച്ചത് എന്താണെന്നറിയോ? നിന്റെ ഉമ്മ മരിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചപ്പോൾ അനുഭവിച്ചത് എന്താണെന്നറിയോ? ഇനി നീ മരിക്കുന്ന സമയത്ത് എത്ര ശുദ്ധനാണെങ്കിലും പരമപരിശുദ്ധനാണെങ്കിലും നിനക്കും എനിക്കും അനുഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഈ ശരീരത്തിൽ നിന്ന് ആത്മാവങ്ങി പിരിയുമ്പോൾ സംഭവിക്കുന്നത്, മോനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു, നിന്റെ കൈകളിലോ നിന്റെ കാലുകളിലോ നിന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തോ നിന്റെ ഈ മൂക്കിന്റെ മധ്യത്തിലോ അല്ലെങ്കിൽ നെറ്റിയുടെ നടുവിലോ ഒരു ആണി വെച്ചിട്ട് മേൽപോട്ടൊന്ന് മേടുക, ആണി അങ്ങോട്ട് മേൽപോട്ട് തറക്കുക. എന്നിട്ട് നീ ഒന്ന് ചിന്തിക്കുക, നിന്റെ 2 കണ്ണിന്റെ കുഴിയില് ഒരു ആണി അങ്ങ് അമർത്തിയിട്ട് മേൽപോട്ട് തുളഞ്ഞു കയറട്ടെ, നിനക്ക് ധൈര്യം വരുമോ?
ഒരു ആണി അങ്ങ് തറയ്ക്കാൻ നിന്റെ കൈ വിരലുകൾക്കുള്ളിലൂടെയോ നിന്റെ കാൽ വിരലുകൾക്കുള്ളിലൂടെയോ നിന്റെ ജനനേന്ദ്രിയത്തിന്റെ ഉള്ളിലൂടെയോ ഒരു ആണി അങ്ങോട്ട് കയറാൻ നിനക്ക് ധൈര്യം വരുമോ? ആർക്ക് ധൈര്യം വരും ചെറുപ്പക്കാരാ? ആരെങ്കിലും നിന്റെ കയ്യും കാലും പിടിച്ചു വെച്ചുകൊണ്ട് നിന്റെ നെറ്റിയിൽ കൂടെ നിന്റെ കണ്ണിന്റെ ദ്വാരത്തിൽ കൂടെ ഒരാണി അങ്ങോട്ട് തറച്ചാൽ നീ കിടന്ന് പെടയൂലേ? പരമാവധി നീ കുതറി ആർത്ത് കരയൂലേ? എന്തിനാ നീ കരയുന്നത്? എന്തിനാ നീ കിടന്ന് പെടയുന്നത്? എന്തിനാ നീ ഇങ്ങനെ വേദനിക്കുന്നത്? ഒന്നുമല്ല, ഈ ആണി അങ്ങോട്ട് കയറുന്ന സ്പേസിൽ നിന്ന് നിന്റെ ആത്മാവൊന്ന് മാറിക്കൊടുക്കുന്ന വേദനയാണ്. ആത്മാവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിക്കൊടുക്കുന്ന സമയത്ത് നിന്റെ ശരീരത്തിൽ അനുഭവപ്പെടുന്ന വേദന കൊണ്ട് നീ കിടന്ന് പിടയുകയാ. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൻ ഗസാലി അവിടുന്ന് പറയുന്നു, മോനെ, എന്നാൽ മരിക്കുന്ന സമയത്ത് ഈ ഒരു പോയിന്റിൽ മാത്രമല്ല, നിന്റെ ശരീരത്തിന്റെ എല്ലാ രോമക്കുത്തുകളിൽ കൂടി ഇതുപോലെ നിന്റെ ശരീരത്തിലേക്ക് ആണികൾ കുത്തിത്തറച്ചാൽ എന്തായിരിക്കും നിന്റെ അനുഭവം? അതാണ് നിന്റെ ഉപ്പ അനുഭവിച്ചത്, അതാണ് നിന്റെ ഉമ്മ അനുഭവിച്ചത്, അതാണ് മരിക്കുന്ന സമയത്ത് നീ അനുഭവിക്കാൻ പോകുന്നത്. ഇമാം ഗസാലി തങ്ങൾ പറയുന്നു, ഇതൊക്കെ നിന്റെ ശരീരത്തിന്റെ ബാഹ്യഭാഗത്ത് അനുഭവപ്പെടുന്ന വേദനയാണെങ്കിൽ ചുറ്റുഭാഗത്തും ആണികൾ ഉള്ള ഇരുമ്പിന്റെ ഒരു ദണ്ട്, മുള്ളില മരത്തിന്റെ കൊമ്പ് പോലെ ചുറ്റും നല്ല മൂർച്ചയുള്ള ആണികളെ കൊണ്ട് നിറഞ്ഞ ഒരു ദണ്ടെടുത്തിട്ട് നിന്റെ മലദ്വാരത്തിൽ കൂടി കടത്തി വായിൽ കൂടി പുറത്തേക്കിട്ട് ആരോഗ്യമുള്ള ഒരാൾ നിന്റെ രണ്ട് തോളിൽ ചവിട്ടിപ്പിടിച്ച് ചിരിക്കൊന്ന് ഇളക്കിയിട്ട് മേൽപോട്ട് വലിച്ചാൽ എന്താണ് അനുഭവപ്പെടുന്നത്? അതാണ് നീ മരിക്കുന്ന സമയത്ത് നിന്റെ ഉള്ളിൽ അനുഭവപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ നമുക്ക് വരാനുള്ളതാ, ഇതൊക്കെ സംഭവിക്കാനുള്ളതാ, ഇതൊക്കെ അനുഭവിച്ചവരാ മരിച്ചവരൊക്കെ. അല്ലാഹ് ഹബീബ് തങ്ങൾ പറയുന്നു, ആകാശം മൊത്തം നിന്റെ ശരീരത്തിന് മുകളിലായി ഭൂമിക്ക് മേലെ നിന്നെ മലർത്തിക്കിടത്തിയിട്ട് ആകാശം കൊണ്ട് അമർത്തിയിട്ട് നിന്നെ കിടന്ന് ചരച്ച് നിന്നെ കിടത്തിയിട്ടൊന്ന് അമർത്തി അരച്ചാൽ എന്തായിരിക്കും അനുഭവിക്കുക? ഇതാണ് നിന്റെ ശരീരത്തിൽ ആ സമയത്ത് അനുഭവിക്കുന്നത് എന്ന് മഹാനരായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് തീർത്തും അറിയുന്ന ഇബ്ലീസ് മരണത്തിന്റെ സമയത്ത് വല്ലാത്ത വിവരമുള്ള ഇബ്ലീസ് അല്ലേ? ആനായ ഇസ്രായീൽ അലൈഹിസ്സലാം ഇബ്ലീസിന്റെ ആത്മാവിനെ പിടിക്കാൻ ഒരുങ്ങുമ്പോൾ സൂറന്ന കാലത്തിൽ അനൗൺസ്മെന്റ് ചെയ്ത് അവസാനം മരിക്കാൻ പോകുന്നവൻ ഇബ്ലീസാണ്. ഇബ്ലീസിനെ തെരഞ്ഞു പോകുമ്പോൾ സമുദ്രത്തിൽ ചെന്നൊളിക്കുകയാണ്. സമുദ്രത്തിലും മഹാനായ അസ്രായീൽ എത്തുമ്പോൾ അവിടുന്ന് ആകാശം വരെ അവൻ ഉയരുകയാണ്. പർവ്വതങ്ങളിൽ ചെന്ന് അഭയം തേടുകയാണ്. എല്ലായിടങ്ങളിൽ കൂടെയും മലക്കുകൾ അവനെ വലയം ചെയ്യുകയാ. മരണത്തിന് കീഴടങ്ങുകയാ. ഇക്കാലമത്രയും മരിച്ച മനുഷ്യരുടെ മരിച്ച ജിന്നുകളുടെ വേദനകൾ മുഴുവനും അവൻ അനുഭവിപ്പിച്ച് അവൻ മരിക്കുകയാ.
ഇതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, മക്കളെ നിങ്ങൾ കേട്ടത് കെട്ടുകഥകളല്ല, നിങ്ങൾ കേട്ടത് ഐതിഹ്യമല്ല, നിങ്ങൾ കേട്ടത് പുരാണമല്ല, നിങ്ങൾ കേട്ടത് നോവലല്ല, നിങ്ങൾ കേട്ടത് വെറും ചിത്രരചനയല്ല, മറിച്ച് നിങ്ങൾ കേട്ടത് ലഖദ് കുൻത ഫീ ഗഫലത്തിൻ മിൻ ഹാദാ ഫകശഫ്നാ അൻക ഗിത്വാഅക ഫബസറുകൽ യൗമ ഹദീദ്. ഇതെല്ലാം നീ ശ്രദ്ധിച്ചിരുന്നില്ല, നിനക്ക് ശ്രദ്ധയുണ്ടായിരുന്നില്ല. ബോധമുള്ള പണ്ഡിതന്മാർ നിന്നോട് മരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, മരണത്തെക്കുറിച്ച് ഓർക്കണം എന്ന് പറഞ്ഞപ്പോൾ, മരണത്തെ കൺമുമ്പിൽ കണ്ട് ജീവിക്കണമെന്ന് പറഞ്ഞപ്പോൾ, മരണത്തെ കണ്ടുകൊണ്ട് ആരോഗ്യം ചെലവഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ, മരിക്കുമെന്ന ബോധത്തിൽ നീ അഹങ്കാരിയും ധിക്കാരിയുമായി ജീവിക്കണം എന്ന് പറഞ്ഞപ്പോൾ, മുട്ടുചുരുട്ടി മുദ്രാവാക്യം വിളിക്കുമ്പോൾ, ആരുണ്ട് ഇവിടെ പേടിക്കാനെന്ന് പറയുമ്പോൾ, പണ്ഡിതന്മാരെ വഅലുകൾ കണ്ട, പണ്ഡിതന്മാരെ ഉപദേശങ്ങൾ കണ്ട, ഞാനെങ്ങനെ ജീവിച്ചാലെന്താ, മദ്യപിച്ചാലെന്താ, വെട്ടടിനടിച്ചാലെന്താ, ഹെറോയിൻ ഉപയോഗിച്ചാലെന്താ, കൊക്കൈൻ ഉപയോഗിച്ചാലെന്താ, MDA ഉപയോഗിച്ചാലെന്താ, വിൽപ്പന നടത്തിയാലെന്താ, പലിശ വാങ്ങിയാലെന്താ, നിസ്കരിച്ചില്ലെങ്കിലെന്താ, അടിച്ചു പൊളിച്ചാലെന്താ, ഇഷ്ടം പോലെ ജീവിച്ചാലെന്താ, ഈ സുഖലോലുപതയുടെ ദുനിയാവിൽ കിടന്ന് സുഖിച്ച് കതി കളിച്ച് രസിച്ച് മതിച്ച് ജീവിച്ചാലെന്താ, റബ്ബിനെ പറ്റി അറിഞ്ഞില്ലെങ്കിലെന്താ, ആരോഗ്യം തന്ന റബ്ബ്, സമ്പത്ത് തന്ന റബ്ബ്, സൗന്ദര്യം തന്ന റബ്ബ്, നിന്റെ എല്ലാ അവയവങ്ങൾക്കും സ്വാധീനം തന്ന റബ്ബ്, കണ്ണിന് കാഴ്ച തന്ന റബ്ബ്, കൈക്ക് സ്വാധീനം തന്ന റബ്ബ്, നിന്റെ ജനനേന്ദ്രിയത്തിന് ഉദ്ധാരണം തന്ന റബ്ബ്, നിനക്ക് സൗന്ദര്യം തന്ന റബ്ബ്. ആ റബ്ബിനെ ഓർത്തില്ലെങ്കിലെന്താ, അവനെ വഴിപ്പെട്ടില്ലെങ്കിലെന്താ, അവൻ പറഞ്ഞതുപോലെ ജീവിച്ചില്ലെങ്കിലെന്താ എന്ന് ധിക്കാരത്തോടുകൂടി ജീവിക്കുന്ന മുസ്ലിമേ, ഇതിനൊക്കൊരവസാനമുണ്ട്, ഇതിനൊക്കൊരു സമാപ്തിയുണ്ട്, ഇതിനൊക്കൊരു അവസാനം, ഒരു തടയിടലുണ്ട്. കുല്ലു നഫ്സിൻ മഅഹാ സായിഖുൻ വശഹീദ്. എല്ലാ ശരീരവും വരുന്നുണ്ട്, കൂടെ സായിക്കുണ്ട്, ഷഹീദുണ്ട്, റഖീബുണ്ട്, അതീദുണ്ട്, മലക്കുകളുണ്ട്. നിന്റെ കജവായിൽ ചങ്ങല കടത്തി മരദ്വാരത്തിൽ കൂടിയെടുത്ത് കൂട്ടിപ്പിടിച്ച് മുന്നിൽ വെച്ച് വലിച്ച് പിറകിൽ നിന്ന് തെളിച്ച് നിന്നെ സൃഷ്ടിച്ച റബ്ബിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. റബ്ബിലേക്ക് മടക്കപ്പെടുന്ന ഒരു നാളുണ്ട്, അത് നിങ്ങൾ സൂക്ഷിക്കണം. മാത്രമല്ല സുമ്മത്ത് വഫാ കുല്ലു നഫ്സിൻ ബിമാ കസബത്ത്. ഓരോ ശരീരവും പ്രവർത്തിച്ചതിനനുസരിച്ച് പൂർണ്ണമായിട്ട് പ്രതിഫലം നൽകപ്പെടും. സുമ്മത്ത് വഫാ കുല്ലു നഫ്സിൻ ബിമാ കസബത്ത് ലാ യുദ്ലമൂൻ. ചെയ്യാത്ത കുറ്റത്തിന് ഒരാളെയും ദുൽമ് ചെയ്യൂല, ശിക്ഷിക്കപ്പെടൂല. ചെയ്ത സൽക്കർമ്മത്തിന്റെ, നല്ല നീയത്തിൽ ചെയ്ത സൽക്കർമ്മത്തിന്റെ, റബ്ബ് സ്വീകരിക്കപ്പെടുന്ന രൂപത്തിൽ ചെയ്ത സൽക്കർമ്മത്തിന്റെ പ്രതിഫലം തടഞ്ഞു വെച്ച് നിന്നോട് നിന്റെ റബ്ബ് ദുൽമ് ചെയ്യൂല. ഈ ദിവസം ഓർക്കുക, അതിനുവേണ്ടി ജീവിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക, അതോർത്ത് റബ്ബിന് തഖ്വ ചെയ്യുക. ഇതെല്ലാം പറയാൻ തൗഫീഖ് തന്ന, ഇതിനൊക്കെ ഉദക്കം ചെയ്ത അല്ലാഹു നമുക്ക് ഖൈറായ കാര്യങ്ങൾ കേൾക്കാൻ, പറയാൻ, ഉൾക്കൊണ്ട് ജീവിക്കാൻ
ആഖിബത്ത് നന്നായിട്ടൊന്ന് മരിക്കാൻ റബ്ബിലേക്ക് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോ സാലിഹീങ്ങളെ സാന്നിധ്യത്തിൽ വെച്ച് നിറഞ്ഞ തഖ്വയോടുകൂടെ മരിക്കാൻ അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. നൽകണേ അല്ലാഹ്, നൽകണേ അല്ലാഹ്, നൽകണേ അല്ലാഹ്. ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട്, ഹബീബിന്റെ ഇടപെടൽ കൊണ്ട്, ഹബീബിന്റെ പൊരുത്തം കൊണ്ട്, ഹബീബിനെ പറ്റി പറയുന്നത് കൊണ്ട്, ഹബീബിനെ സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട്, ഹബീബിനെ സ്വലാത്ത് ചൊല്ലണമെന്ന് പ്രസംഗിക്കുന്നത് കൊണ്ട്, അതിന് സജ്ജരാക്കുന്നത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. اللهم اغفر أمة محمد، اللهم ارحم أمة محمد، اللهم أكثر أمة محمد، اللهم أعز أمة محمد، اللهم تقبل من أمة محمد واشرنا في زمرة محمد بحق محمد وآل محمد. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.